ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിലുള്ള ഒരു പോത്ത് കറിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് നാട്ടിൽ പോയപ്പോൾ ചെയ്തൊരു വീഡിയോ ആണ്. ചീനിച്ചട്ടി ചൂടായപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്താണ്. അത് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. നമ്മൾ 2 കിലോ ബീഫിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിനിങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ബീഫിനനുസരിച്ചിട്ട് കൂട്ടുകുറക്കെ ചെയ്യാം. വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്തിട്ട് പച്ചമണം മാറ്റിയെടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ്, അത് ചേർത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ചാറൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റി കറിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.